യഥാർത്ഥത്തിൽ രോഗസൗഖ്യം ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയുമെന്നത് ശരി തന്നെയാണെങ്കിലും ഇവർ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ യഥാർത്ഥ രോഗസൗഖ്യം ഉണ്ടായോ എന്ന് ആരും അന്വേഷിക്കാറില്ല. പക്ഷേ ഒരു കാര്യമുള്ളത്, എവിടെങ്കിലും അടയാളമുണ്ട്, അത്ഭുതമുണ്ട് എന്ന് കേട്ടാൽ അതിന്റെ പിന്നാലെ ഇവർ ഓടുകയാണ്. വിശ്വസിക്കുന്നവരാരും ഈ തരം അടയാളങ്ങളുടെ പിന്നാലെ ഓടുകയില്ല. വിശ്വസിക്കുന്നവർ കർത്താവായ യേശുവിന്റെ പിന്നാലെ പോകും. അവരുടെ പിന്നാലെ അത്ഭുതങ്ങളും അടയാളങ്ങളും വരും. ഒരിക്കലും അവർ തിരിഞ്ഞു നോക്കുക പോലുമില്ല. നമുക്ക് സംശയമുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവർത്തികളെ, ലേഖനങ്ങളെയൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. എവിടെയെങ്കിലും ഇങ്ങനെ അത്ഭുതം നടന്നതിനെ കുറിച്ച് ശിഷ്യന്മാര് പിന്നെ പ്രസംഗിച്ചിട്ടുണ്ടോ? പത്രോസ് പോയി പ്രസംഗിച്ച് എവിടെയെങ്കിലും ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കലിരുന്ന മുടന്തനെ സൗഖ്യമാക്കിയ കാര്യം പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ മരിച്ചവരെ പത്രോസും പൗലോസും ഉയർപ്പിച്ചിട്ടുണ്ടല്ലോ. ഇവരാരെങ്കിലും ചെന്നിടത്തെല്ലാം ഞങ്ങളെ മരിച്ചവരാളിനെ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ലേഖനം എഴുതിയ സമയത്ത് പൗലോസോ പത്രോസോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ആരെങ്കിലുമോ തങ്ങളുടെ കയ്യാൽ നടന്ന അത്ഭുതങ്ങളെ കുറിച്ചൊരു വാക്കെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കുക. അങ്ങനെ ഇതൊക്കെ എഴുതി ജനങ്ങളെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല. അത്ഭുത പ്രവർത്തകർ മാസിക ഇറക്കും. അതിനകത്ത് ഈ അത്ഭുത പ്രവർത്തകരാൽ നടന്നതായ അത്ഭുതങ്ങൾ അങ്ങനെ പൊടിപ്പുന്തൊങ്കിലും വെച്ച് ആളുകളുടെ ഫോട്ടോ സഹിതം എഴുതി വിടുകയാണ്. ഇതൊക്കെ കണ്ടേ ജനങ്ങൾ വിശ്വസിക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ദൈവവചനം അങ്ങനെയല്ല പറയുന്നത്. കാരണം ദൈവവചനത്തിൽ ഒരിടത്തും ഈ വിധത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ഒരിക്കലും അത്ഭുതത്തിന്റെയോ അടയാളത്തിന്റെയോ പിന്നാലെ പോകരുത്. അടയാളങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ പിന്നാലെ വരികയാണ് ശരിയായ വഴി. ഇനി ഇവിടെ എന്തൊക്കെ അത്ഭുതങ്ങളെ കുറിച്ചാണ് പറയുന്നത്? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. തീർച്ചയായും സംഭവിക്കാവുന്ന കാര്യമാണ്. അപ്പോസ്തലന്മാരെ ആദ്യകാലങ്ങളിൽ എത്രയോ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്, നമുക്കറിയാമല്ലോ. വെളിച്ചപ്പാടത്തിയായ ലക്ഷണം പറഞ്ഞു നടന്ന ഒരു സ്ത്രീ പൗലോസിന്റെയും ശീലാസിന്റെയും പുറകെ നടന്നുകൊണ്ട്, ഇതാ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളെ അറിയിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ പിശാചിന്റെ സാക്ഷ്യം ഇവർക്ക് ആവശ്യമില്ലായിരുന്നതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ പിശാച് എന്ന് പറഞ്ഞ് അതൊക്കെ പോവുകയും ചെയ്തു. അങ്ങനെ ഭൂതങ്ങളെ പുറത്താക്കി. പലപ്പോഴും അത് പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ടെങ്കിലും ഭൂതങ്ങളെ പുറത്താക്കുക എന്നത് ശുശ്രൂഷയുടെ ഒരു ഭാഗമായി അവർ കണക്കാക്കിയിരുന്നു. പക്ഷേ ഭൂതങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല എന്നാണ് പലരും ഇന്ന് വിശ്വസിക്കുന്നത്. ഭൂതങ്ങൾ എന്ന് പറയുന്നത്, അശുദ്ധാത്മാക്കൾ എന്ന് പറയുന്നത് ഉള്ളതാണ് എന്ന് ദൈവവചനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു നിരവധി ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്. ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം തന്റെ ശിഷ്യന്മാർക്ക് ഇവിടെ കൊടുക്കുന്നുമുണ്ട്. പിന്നെ പുതുഭാഷകളിൽ സംസാരിക്കും. അത് തീർച്ചയായും അന്യഭാഷാ ഭാഷണം എന്ന് പറയുന്ന കൃപാവരത്തെ കുറിച്ച് തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. അന്യഭാഷയെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ വീട്ടിലൊരു ബൈബിൾ സ്കൂൾ എന്ന CD-യിൽ, ഒന്നാമത്തെ CD-യിൽ 3-ാമത്തെ പ്രസംഗവും അതുപോലെ 3-ാമത്തെ CD-യിൽ കൃപാവരങ്ങളെ കുറിച്ചുള്ളതായ ക്ലാസ്സുകളും അവിടെ വിശദമായി തന്നെ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ അതേപ്പറ്റിയൊന്നും ഞാൻ കൂടുതൽ ആവർത്തിക്കുന്നില്ല. എങ്കിലും സൂചന പറയട്ടെ. അന്യഭാഷകൾ പ്രധാനമായി 2 വിധമുണ്ട്. ഒന്ന്, എല്ലാവരും പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു അന്യഭാഷ. അത് ഒരു പ്രാർത്ഥനാ ഭാഷ എന്ന നിലയ്ക്കാണ് നമുക്ക് ലഭിക്കുന്നത്. അതാണ് ഒരു അന്യഭാഷ. മറ്റൊന്ന്, വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും എന്ന് കർത്താവ് പറഞ്ഞതായ അന്യഭാഷ. അതായത് പ്രവചനം എന്നതുപോലെ അന്യഭാഷയിൽ ദൈവത്തിന്റെ ആത്മാവ് ജനത്തോട് സംസാരിക്കും. ആ വിധത്തിലുള്ള അന്യഭാഷ വ്യാഖ്യാനത്തിനുള്ള വരമുള്ളവർ വ്യാഖ്യാനിക്കേണ്ടതാണ്. എന്നാൽ വ്യാഖ്യാനവരമുള്ള ആൾക്കാർ അവിടെ ഇല്ലെങ്കിൽ വ്യാഖ്യാനവരം ലഭിക്കുവാനായി ഈ അന്യഭാഷക്കാരൻ തന്നെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ അന്യഭാഷ പറയുന്ന വ്യക്തിക്ക് തന്നെ വ്യാഖ്യാനിക്കാനുള്ള വരം ലഭിച്ചെന്ന് വരാം. അങ്ങനെയെങ്കിൽ അന്യഭാഷ പറയുകയും ആ വ്യക്തി തന്നെ അത് വ്യാഖ്യാനിക്കുകയും ചെയ്യേണ്ടതാണ്. അതല്ലെങ്കിൽ ഈ വ്യക്തി അന്യഭാഷ പറയുമ്പോൾ മറ്റാരെങ്കിലും വ്യാഖ്യാനിക്കേണ്ടതാണ്. അങ്ങനെ ഈ വ്യക്തി തന്നെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ വ്യാഖ്യാനിക്കുന്നില്ല എങ്കിൽ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന അന്യഭാഷ സഭയിൽ വന്ന് ഉച്ചത്തിൽ പറഞ്ഞ് ശബ്ദമുണ്ടാക്കി ബഹളമുണ്ടാക്കി ആരാധനയ്ക്ക് അലങ്കോലമുണ്ടാക്കരുത്. എന്നാൽ മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയുടെ അന്യഭാഷ, അത് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിന് തുല്യമായ കാര്യമാണ്. അതിനെ വലിയ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ശാന്തമായിരുന്ന് തൊട്ടടുത്തിരിക്കുന്നവർക്ക് പോലും ശബ്ദം കേൾക്കാത്തത്ര ശബ്ദം കുറച്ച് അന്യഭാഷ പറഞ്ഞുകൊണ്ട് അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കാവുന്നതാണ്. അതിൽ തെറ്റൊന്നുമില്ല. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ തീർച്ചയായും എല്ലാവർക്കും ഈ വിധത്തിലുള്ള അന്യഭാഷ ലഭിച്ചിരിക്കും. എന്നാൽ ചിലർക്ക് വിവിധ ഭാഷകളുടെ വരം എന്ന് പറയുന്ന കൃപാവരം ലഭിച്ചിരിക്കും. അതെല്ലാവർക്കും ലഭിച്ചേ മതിയാകൂ എന്നില്ല. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർക്കെല്ലാം ഒരന്യഭാഷ കിട്ടുകയും കൃപാവരം എന്ന നിലയ്ക്ക് അന്യഭാഷ ലഭിക്കുമ്പോൾ ഒന്നിലധികം അന്യഭാഷ ലഭിക്കുകയും ചെയ്യുകയാണ് സംഭവിക്കുന്നത് എന്ന് ഈ വിഷയത്തിലുള്ള ബന്ധത്തിൽ ഞാൻ ചുരുക്കി പറയട്ടെ. അങ്ങനെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും.
അവർ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, അതായത് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, അന്യഭാഷയിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. ഇത് കേട്ടേച്ച് പലരും പാമ്പിനെ പിടിക്കാൻ നടക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ദൈവമക്കളെ, അത് അപകടകരമായ ഒരു കാര്യമാണ്. അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഇപ്പൊ അങ്ങനെ ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടത്. അവർ വിശ്വാസികളാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഉഗ്ര വിഷമുള്ള പാമ്പുകളെ പിടിക്കുകയാണെന്ന്. അങ്ങനെ ഒരു അർത്ഥമൊന്നും ഇതിനില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളിലോ ലേഖനങ്ങളിലോ നാം അത് കാണേണ്ടതാണ്. അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞാൽ ഉടനെ അപ്പോസ്തലന്മാർ ചെല്ലുന്നിടത്തെല്ലാം പാമ്പിനെ പിടിച്ച് കാണിക്കുകയായിരുന്നു അപ്പോസ്തല പ്രവൃത്തികളിൽ ചെയ്തത്. അല്ലെങ്കിൽ ഈ ഇത്തരം പാമ്പ് പിടുത്തത്തെ കുറിച്ച് ലേഖനങ്ങളിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഈ പറയുന്നതിന്റെ അർത്ഥം അങ്ങനെയൊന്നും അല്ല എന്ന് അപ്പോസ്തലന്മാർ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു, ലേഖനങ്ങളിലൂടെ തെളിയിച്ചു. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ ചെയ്യാത്ത ഈ കാര്യം 21-ാം നൂറ്റാണ്ടിലെ നമ്മൾ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. പാമ്പുകളെ പിടിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നതെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ അത് ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്യണമെന്ന് കർത്താവ് ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് വ്യക്തമാണ്. അതുപോലെ മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് എവിടെങ്കിലും വിഷം കണ്ടാൽ അത് എടുത്ത് കുടിക്കണമെന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനെയല്ല. എന്നാലേ ബൈ ചാൻസ് അറിയാതെ വിഷം കുടിച്ചു പോയാൽ ഇവർക്ക് ദോഷമൊന്നും വരികയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ എവിടെയെങ്കിലും വിഷം ഇരിക്കുന്നത് കണ്ടാൽ ഇത് കണ്ടോ വിഷമാണ്, ഞാൻ വിശ്വാസിയാണ്, അതുകൊണ്ട് എനിക്ക് കുടിച്ചാൽ ഒരു കുഴപ്പവും വരത്തില്ല എന്ന് പറഞ്ഞ് വിഷമെടുത്ത് കുടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്താൽ തീർച്ചയായും മരിച്ചു പോകും. എന്നാൽ വിഷം കുടിച്ചാൽ പോലും മരിക്കാത്ത വിധത്തിൽ അവരെ നിലനിർത്തുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയുമെന്ന് മാത്രമേ ഈ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. എപ്പോൾ വിഷം കുടിച്ചാലും കർത്താവ് രക്ഷിക്കുമെന്നും അർത്ഥമൊന്നുമില്ല. സാധാരണ വിശ്വാസി വിഷം കുടിച്ചാൽ അത് അറിയാതാണെങ്കിൽ പോലും ചിലപ്പോൾ മരിച്ചുപോയി എന്ന് വരാം. പക്ഷേ കർത്താവിന് വിഷം കുടിച്ച വിശ്വാസിയെ ജീവനോടെ രക്ഷിക്കുവാനും കഴിയും. കർത്താവിന് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ മറ്റൊന്ന്, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അത് ശരിയാണ്. അപ്പോസ്തല നടപടികളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, സുന്ദരം എന്ന ദേവാലയത്തിന്റെ ഗോപുരത്തിന്റെ വാതിക്കൽ ഇരുന്നതായ വ്യക്തിയെ, അവൻ മുടന്തനായിരുന്നു, ഒരിക്കലും സൗഖ്യമാകുമെന്ന് ആരും വിശ്വസിച്ചതല്ല. പക്ഷേ പത്രോസ് അവനെ സൗഖ്യമാക്കുന്നതായ കാഴ്ച നാം കാണുന്നു. അതുപോലെ തന്നെ പൗലോസിന്റെ കൈയാലും മറ്റ് അപ്പോസ്തലന്മാരുടെ കൈയാലും വലിയ വീര്യപ്രവൃത്തികളൊക്കെയും നടന്നിട്ടുണ്ട്. ഈ വീര്യപ്രവൃത്തികളൊക്കെ കണ്ടാണ് പലരും കർത്താവിലേക്ക് വരുവാനിടയായതും. അങ്ങനെ രോഗശാന്തിയുടെ വരം എന്ന് പറയുന്നത് ഉള്ളത് തന്നെയാണ്. രോഗശാന്തിയുടെ വരവും പുതുഭാഷകളുടെ വരവും മാത്രമല്ല. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തില് 9 കൃപാവരങ്ങളെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. അതുകൂടാതെയും കൃപാവരങ്ങളുണ്ട്. ചില ദൈവദാസന്മാരെ ദൈവവചനത്തിൽ നിന്ന് 25 കൃപാവരങ്ങൾ വരെ എടുത്തു പറയുന്നുണ്ട്. ചിലരെ 27 പറയുന്നുണ്ട്. ഒരുപക്ഷെ അതിൽ കൂടുതലും ഉണ്ടായിരിക്കാം. ഏതായാലും കൃപാവരങ്ങൾ പലതുണ്ട്, നാം വിചാരിക്കുന്നത് പോലെയല്ല. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ തന്നെ 9 വരം പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ വിവിധ തരത്തിലുള്ള കൃപാവരങ്ങള് ഓരോരുത്തർക്കും സഭയുടെ പൊതു പ്രയോജനത്തിനായി ദൈവം നൽകുന്നതാണ്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് വിവിധ ഭാഷകൾ സംസാരിക്കാനുള്ള വരം, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരാനുള്ള വരം തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഒരു കൃപാവരമാണോ? ആണെന്ന് ചിലർ പറയാറുണ്ട്. ഭൂതശാന്തി വരം എന്നതിന് പേരും അവരിട്ടിട്ടുണ്ട്. എന്നാൽ ഭൂതശാന്തി വരമെന്നും പറഞ്ഞ് ഒരു കൃപാവരത്തെ കുറിച്ച് ദൈവവചനത്തിൽ ഒരു സ്ഥലത്തും കാണുന്നില്ല. എല്ലാ വിശ്വാസികൾക്കുമുള്ള അധികാരമാണ് ഈ ഭൂതങ്ങളുടെ മേൽ, അശുദ്ധാത്മാക്കളുടെ മേലുള്ള അധികാരം. അല്ലാതെ വിശേഷിച്ച് ഭൂതശാന്തി വരം എന്നൊരു പറഞ്ഞൊരു വരമേ ഇല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചും ഇവിടെ പറയുന്നത് വിശ്വാസികളെ പിന്തുടരുന്ന അടയാളങ്ങൾ. അവർ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ വിശ്വാസികളെ പിന്തുടരുന്ന അടയാളങ്ങളാണ്, വിശ്വാസികൾ പിന്തുടരുന്ന അടയാളങ്ങളല്ല. അതുകൊണ്ട് ഒരിക്കലും അടയാളങ്ങളുടെ പിന്നാലെ നാം ആരും പോകാൻ പാടില്ല. നാം കർത്താവിന്റെ പിന്നാലെ പോവുകയും അടയാളങ്ങൾ നമ്മുടെ പിന്നാലെ വരികയും ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കൺക്ലൂഷൻ എന്ന നിലയ്ക്ക് 2 വാക്യങ്ങൾ കൂടി ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ കർത്താവായ യേശുക്രിസ്തു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അതായത് ഇത്രയും കാര്യം പറഞ്ഞു തീർന്ന ഉടനെ എടുക്കപ്പെട്ടു എന്നായിരിക്കണമെന്നില്ല. ഇത് പറഞ്ഞിട്ട് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞോ ചിലപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞോ ആയിരിക്കാം എടുക്കപ്പെട്ടത്. പിന്നെ ദൈവത്തിന്റെ വലതുഭാഗത്തെ ഇരുന്നു. അതേ തുടർന്നുള്ള മറ്റു പല ഭാഗങ്ങളിലും നാം കാണുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു തന്റെ ശുശ്രൂഷ തികച്ചതിന് ശേഷം പിതാവിന്റെ വലതുഭാഗത്തെ ഇരിക്കുകയാണിപ്പോൾ. പഴയ നിയമത്തിലെ പുരോഹിതന്മാർക്ക് ഇരിക്കുവാനുള്ളതായി ഇരിപ്പിടം ദൈവാലയത്തിൽ ഇല്ലായിരുന്നു. കാരണം അവരുടെ ശുശ്രൂഷ ഒരിക്കലും അവസാനിക്കുന്നില്ല, അവർക്ക് ഇരിക്കാൻ പറ്റില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഇവിടെ ശുശ്രൂഷ തികച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിവൃത്തിയായി എന്ന് ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞതാണ്. അങ്ങനെ ശുശ്രൂഷ തികച്ചതുകൊണ്ട് നമ്മുടെ മഹാപുരോഹിതൻ
ദൈവത്തിന്റെ സന്നിധിയില് പിതാവിന്റെ വലതുഭാഗത്ത് പോയി ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഈ സംഭവത്തിന് ശേഷം ശിഷ്യന്മാരെന്ത് ചെയ്തു എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടി പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. അങ്ങനെ ശിഷ്യന്മാർ തുടർന്ന് ചെയ്തത് എന്താണ്? അവർ എല്ലാ സ്ഥലങ്ങളിലും പോയി പ്രസംഗിച്ചു. കർത്താവായ യേശു ക്രിസ്തുവും ഒരു കാര്യം ചെയ്യുന്നുണ്ട്. തന്റെ ശിഷ്യന്മാർ കടന്നു ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലും അവർ പ്രസംഗിക്കുന്ന വചനങ്ങൾ ദൈവിക വചനങ്ങളാണ്, സത്യവചനങ്ങളാണ് എന്ന് തെളിയിക്കുവാനായിട്ട് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ആ വചനത്തെ ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷം അവസാനിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തരുന്ന ദൂത്, നമുക്ക് തന്നിരിക്കുന്ന കൽപ്പന: നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. വിശ്വസിക്കുന്നവരായ ആൾക്കാരാൽ ഈ അടയാളങ്ങൾ നടക്കും, അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരെ ഈ അടയാളങ്ങൾ പിന്തുടരും. അപ്പോൾ നാം പ്രസംഗിക്കുന്നത് സത്യസുവിശേഷമാണെങ്കിൽ വാഗ്ദത്തം നിവർത്തിക്കുന്നവനായ കർത്താവായ യേശു ക്രിസ്തു, സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനായ നമ്മുടെ നല്ല പുരോഹിതൻ, നമ്മോടൊപ്പം ഇരുന്ന് പ്രവർത്തിച്ചുകൊണ്ട് നാം സത്യസുവിശേഷം അറിയിക്കുമ്പോൾ ഈ സുവിശേഷം സത്യമാണ് എന്നതിന്റെ അടയാളമായിട്ട് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും നമ്മോടുകൂടി ഇരുന്ന് നമ്മുടെ വചനത്തെ ഉറപ്പിച്ചു തരികയും ചെയ്യുന്നതാണ് എന്നാണ് ഈ ഭാഗത്ത് നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ദൈവമക്കളെ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം ദുർവ്യാഖ്യാനങ്ങളുമായി ആരെല്ലാം വന്നാലും നാം ഒരു കാര്യം ചെയ്യുക: ലോകമെമ്പാടും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക, വിശ്വസിക്കുന്നവനെ സ്നാനപ്പെടുത്തുക. സ്നാനപ്പെടാൻ മടിക്കുന്നവൻ വിശ്വാസിയെ അല്ല എന്ന് മനസ്സിലാക്കുക. വിശ്വസിക്കുന്ന നമ്മുടെ കയ്യാൽ ഈ അടയാളങ്ങൾ നടക്കും, അല്ലെങ്കിൽ നമ്മുടെ പിന്നാലെ ഈ അടയാളങ്ങൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നാം പ്രസംഗിക്കുന്നതായ വചനം സത്യമാണ് എന്ന് ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഉറപ്പിച്ച് തന്നുകൊണ്ടുമിരിക്കും. ആകയാൽ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവിക കൽപ്പന പ്രകാരം നമുക്ക് സുവിശേഷ വേല ധൈര്യമായി ചെയ്യാം. നാം പ്രസംഗിക്കുന്ന വചനം സത്യമാണ് എന്ന് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും കർത്താവ് ഉറപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്നുകൂടി ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വചനങ്ങളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ കളങ്കമോ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ കളങ്കമോ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. കേൾക്കുന്നവനെ മറിച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കാൻ ശ്രമിക്കാം. ദൈവത്തിന് കൊള്ളാവുന്ന വേലക്കാരൻ ഏതു വിധത്തിലാണ് എന്ന് പൗലോസ് പറയുന്നു. ദൈവവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക, കോട്ടിമാറ്റരുത്, ദുർവ്യാഖ്യാനം ചെയ്യരുത്. ദൈവവചനം വസ്തുനിഷ്ഠമായി പഠിക്കുകയും വസ്തുനിഷ്ഠമായി പ്രസംഗിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന വ്യക്തിയാണ് ദൈവത്തിന് കൊള്ളാവുന്ന വേലക്കാരൻ. അങ്ങനെ ചെയ്താൽ ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത വേലക്കാരനായി തീരും. ദൈവവചനമാണെന്നും പറഞ്ഞ് കിഴവിക്കഥ പറഞ്ഞാൽ, ദൈവവചനമാണെന്നും പറഞ്ഞ് പ്രാസപ്രസംഗം നടത്തിയാൽ അതൊന്നും ദൈവവചനമാകത്തില്ല. ജനപ്രിയ പ്രസംഗകന്മാരെന്നും പറഞ്ഞ് കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ പരിപാടി എന്താന്ന് ചോദിച്ചാൽ ദൈവവചനത്തിൽ നിന്നാണ് പറയുന്നതെന്ന് പറയുന്നു. പക്ഷെ ദൈവവചനവുമായിട്ട് കാര്യമായ ബന്ധമൊന്നുമില്ല. വെറുതെ പ്രാസം, അർത്ഥശൂന്യമായ കുറെ കിഴവിക്കഥകൾ, ഇതൊക്കെയാണ് കയ്യിലുള്ളത്. ആ എന്നൊരക്ഷരത്തേലാണ് പ്രസംഗം തുടങ്ങുന്നതെങ്കിൽ കുറെ നേരത്തേക്ക് പിന്നെ ആയാണ്. മലയാളത്തിൽ ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഏതെല്ലാം വാക്കുണ്ടോ അതെല്ലാം തപ്പിപ്പറക്കും. കാ എന്നൊരക്ഷരം തുടങ്ങിയ പിന്നെ കായാണ്. കർത്തനെ, കാരിരുമ്പ് ഒക്കെ പറഞ്ഞ് കാ, കൂരിരുളും ഒക്കെ ഉണ്ടാകും. അതിനിടയ്ക്ക് കലമൊന്നും പറയാൻ സാധ്യതയുണ്ട്.
എന്ന് പറഞ്ഞാൽ പിന്നെ എന്തോ ആയാലും വേണ്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു അക്ഷരത്തിൽ തുടങ്ങിയാൽ പിന്നെ ആ അക്ഷരത്തേലാണ്. പിന്നെ തമാശ കുറെ അങ്ങ് പറയും, ജനങ്ങളെ ചിരിപ്പിക്കുക. ചിരിപ്പിച്ചേ മതിയാവുമെങ്കിൽ ഇവൻ വല്ല മിമിക്രി തുടങ്ങുകയായിരുന്നു നല്ലത്. ഈ തരത്തിലുള്ള പ്രസംഗം പ്രസംഗിച്ചിട്ട് സുവിശേഷ പ്രസംഗമാണ് എന്ന് പറഞ്ഞാൽ അത് സുവിശേഷ പ്രസംഗമല്ല. ജനപ്രിയ പ്രസംഗകനാണെന്നും പറഞ്ഞ് നടക്കുന്നവൻ സുവിശേഷ പ്രസംഗകനായിരിക്കാൻ സാധിക്കുകയുമില്ല. ജനങ്ങൾക്ക് പ്രിയമുള്ളത് പ്രസംഗിക്കുകയല്ല സുവിശേഷകന്റെ ജോലി. ജനത്തിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സത്യം പ്രസംഗിക്കുക, ദൈവവചനം പ്രസംഗിക്കുക എന്നതാണ്. ഇവിടെ പൗലോസ് പറയുന്നു, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കാൻ ശ്രമിക്കാം. സത്യവചനം പ്രസംഗിക്കുന്നവനാണ് ദൈവത്തിന് കൊള്ളാവുന്നവൻ. മിമിക്രിയുമായിട്ട് നടക്കുന്നവൻ, പ്രാസപ്രസംഗവുമായിട്ട് നടക്കുന്നവൻ, കിഴവിക്കഥയും പറഞ്ഞ് ജനപ്രിയ പ്രസംഗവുമായിട്ട് നടക്കുന്നവൻ ദൈവത്തിന് കൊള്ളാവുന്ന വേലക്കാരനല്ല. ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കാം. ഭക്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വൃഥാലാപങ്ങൾ, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ബാബ്ലിംഗ് എന്നാണ്. വെറും ബാബ്ലിംഗ്, ബളബളബള എന്ന് പറയുന്ന പോലെ. മലയാളത്തിൽ ആ പറയുന്ന അർത്ഥം തന്നെയാ ബാബ്ലിംഗ്. ഒരു കഥയില്ല, പ്രാസം മാത്രം. അതിനകത്ത് വല്ല ഭക്തിയുണ്ടോ? അതിനകത്ത് വല്ല ആത്മീയമുണ്ടോ? വചനമുണ്ടോ? ഒന്നുമില്ല. കേൾക്കാൻ നല്ല രസമാണ്, അത്രമാത്രമേ ഉള്ളൂ. അതാണ് പറയുന്ന ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങൾ. വെറുതെ ഉള്ള ആലാപനങ്ങളൊക്കെ ഒഴിവാക്കുക. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. ഇത്തരം പ്രസംഗവും കൊണ്ട് നടക്കുന്നവന്മാര് ഭക്തന്മാരാണെന്നല്ല ബൈബിൾ പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രാസപ്രസംഗവും പറഞ്ഞ് ജനപ്രിയ പ്രസംഗകരായിട്ട് നടക്കുന്നവര് അവരഭക്തന്മാരാണ്. അവരഭക്തന്മാരാണെന്ന് മാത്രമല്ല, ഈ തരം പ്രസംഗത്തിൽ രസിച്ച് നടക്കുന്നവരും അഭക്തരാണ്. ഇന്ന് കുറച്ചധികം ആളുകൾ ഈ ഇനത്തിലുണ്ട്. ദൈവമക്കളെ സൂക്ഷിക്കുക. ഇത് സുവിശേഷ പ്രസംഗമല്ല, ദൈവവചനമല്ല, അപകടകരമായ വൃഥാലാപങ്ങളാണ്, ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളാണ്. ഇങ്ങനെയുള്ളവർക്ക് അഭക്തിയേ ഉള്ളൂ, കേൾക്കുന്നവന് അഭക്തി ഉണ്ടാവുകയും ചെയ്യും. അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. അർബുദം എന്ന് പറഞ്ഞാൽ ക്യാൻസർ. ക്യാൻസറിന്റെ പ്രത്യേകത എന്താണ്? അൺകൺട്രോൾഡ് ഗ്രോത്ത് ആണ് ക്യാൻസർ എന്ന് പറയുന്നത്. എന്താണ് ഈ അൺകൺട്രോൾഡ് ഗ്രോത്ത് എന്ന് പറയുന്നത്? ആവശ്യമില്ലാത്ത ഒരു ഗ്രോത്ത് ഉണ്ടാകും. ഇപ്പൊ വാസ്തവത്തില് നമ്മുടെ ഒരു വിരല് സാധാരണഗതി വളർന്നു നിന്നാ മതി. പക്ഷെ ആ വിരൽ അങ്ങോട്ട് നീളാൻ തുടങ്ങുക, നിയന്ത്രണമില്ലാതെ അങ്ങ് വളർന്നു പോയാൽ ആ വിരൽ കൊണ്ട് വല്ല ഗുണവും ഉണ്ടാകുമോ? അങ്ങനെ നിയന്ത്രണമില്ലാതെ വളർന്നു കഴിഞ്ഞിട്ട് അവസാനം വ്രണവും പിടിച്ച് ആ കൈ തന്നെ കണ്ടിച്ചു കളയേണ്ട സ്ഥിതി വരും. അതാണ് പറയുന്നത്, അർബുദ വ്യാധി പോലെ, ക്യാൻസർ പോലെ അത് വളർന്നുകൊണ്ടിരിക്കും. ഈ തരക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ, നമ്മുടെ കൺവെൻഷൻ ഈ പ്രാസപ്രസംഗരെ വിളിച്ച് പ്രസംഗിപ്പിച്ചാൽ, ഇവൻ വളർന്നു അവസാനം നമ്മുടെ പ്രസ്ഥാനത്തെ തന്നെ മുടിക്കും, ദൈവസഭയെ തന്നെ മുടിക്കും. അതുകൊണ്ട് ഈ അർബുദ പാർട്ടിയെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇവിടെ പൗലോസ് ചിലരുടെയൊക്കെ പേരെടുത്ത് പറയുന്നുണ്ട്. ഹുമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. പൗലോസിന് രണ്ടുപേരുടെ പേരെടുത്ത് പറയാമെങ്കിൽ പൗലോസിന്റെ 10 പോലും വിശുദ്ധിയില്ലാത്ത എനിക്കൊരു 20 പേരുടെ എങ്കിലും പേര് പറയാം. എങ്കിലും തൽക്കാലം ഞാൻ പറയുന്നില്ല, പറയേണ്ടതായിരുന്നു. പൗലോസ് പറയുന്നു ഹുമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. ഏതാ? ഈ അർബുദ വ്യാധി പോലെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളുമായിട്ട് നടക്കുന്ന ആൾക്കാര്, ജനപ്രിയ പ്രസംഗകര്, ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. 2 പേരുടെ പേരാണ് പൗലോസ് പറയുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഒറ്റ ശ്വാസത്തിന് 20 പേര് പറയാൻ പറ്റും. അങ്ങനെയുള്ള കുറെ കപട സുവിശേഷകര് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ കുറിച്ച് എനിക്ക് പറയാൻ ആഗ്രഹം വാസ്തവത്തിലുണ്ട്. എങ്കിലും ഞാനത് വിട്ടുകളയുന്നു. ഹ്യൂമനിയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി. പ്രാസവും പ്രസംഗിച്ച് നടന്നിട്ട് അവസാനം എന്നാ പറ്റി? സത്യം വിട്ട് തെറ്റി. അവസാനം ദുരുപദേശത്തിൽ ചെന്ന് കയറി. എന്താ ദുരുപദേശം? പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളഞ്ഞു. എപ്പോഴാണാവോ ഈ പുനരുത്ഥാനം ഉണ്ടായത്? ഒരു പിടിയില്ല. ഇവര് പ്രസംഗിക്കുകയാണ്, പ്രസംഗിച്ച് അവസാനം പറഞ്ഞു പുനരുത്ഥാനമൊക്കെ കഴിഞ്ഞു, ഇനി പുനരുത്ഥാനം ഇല്ല. അപ്പൊ എപ്പോഴാ പുനരുത്ഥാനം ഉണ്ടായത്? അതൊന്നും ചോദിക്കേണ്ടതൊക്കെ കഴിഞ്ഞു. ഇത് കേട്ടിട്ട് വിശ്വസിക്കാൻ കുറെ പേരുണ്ടായി. അവരുടെ വിശ്വാസവും പോയി. ഒരു ജനപ്രിയ പ്രസംഗകൻ ഇന്നാള് പ്രസംഗിക്കുകയാണ്,
കർത്താവ് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന്. ശരിയാണ്, അങ്ങനെ പറഞ്ഞു. വീണ്ടും അദ്ദേഹം പറയുകയാണ്, ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ആകയാൽ ദൈവമക്കളെ, യേശു ക്രിസ്തുവിനെ ദൈവം സൃഷ്ടിച്ച കാര്യമാണ് അവിടെ പറയുന്നത്. എവിടെ പോയി നിൽക്കുന്നു? യേശു ക്രിസ്തുവിനെ ദൈവം സൃഷ്ടിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം. കാരണം വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അതുകൊണ്ട് ദൈവം യേശു ക്രിസ്തുവിനെ സൃഷ്ടിച്ചു. ഇതാണ് സുവിശേഷ പ്രസംഗത്തിന്റെ പ്രസംഗം. വേറൊരു ദിവസം പുള്ളി പ്രസംഗിക്കുകയാണ്, ഉൽപ്പത്തി പുസ്തകത്തിൽ 6-ാം ദിവസം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തിൽ വന്നപ്പോൾ അതിന്റെ 6-ാം വാക്യത്തിൽ ദൈവത്തെ ദുഃഖിപ്പിച്ചതിന് ശേഷം ബൈബിളിലെ 66-ാം പുസ്തകത്തിൽ വന്നപ്പോൾ 666 തെറ്റിയിലുള്ളവനായിട്ട് നിൽക്കുന്നു. കേൾക്കുമ്പോൾ നല്ല രസമാണ്. ഇതിനകത്ത് തന്നെ അത് ദുരുപദേശം എന്ന് നിങ്ങൾ ചോദിക്കും. 6-ാം ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നത് ശരി തന്നെയാണ്. പക്ഷെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായമെന്നും അതിന്റെ 6-ാം വാക്യമെന്നും ഉള്ളത് ദൈവവചനത്തിന്റെ ഭാഗമല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യം ദൈവവചനത്തിന്റെ ഭാഗമല്ലേ? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. മോശയും പത്രോസും പൗലോസും ഒക്കെ എഴുതിയപ്പോൾ അധ്യായവും വാക്യവും വെച്ചല്ല എഴുതിയത്. ഇവരൊക്കെ എഴുതി എത്രയോ കാലങ്ങൾക്ക് ശേഷം ബൈബിളിലെ ഓരോ ഭാഗം നമുക്ക് എടുക്കാനുള്ള സൗകര്യത്തിനു വേണ്ടി തികച്ചും മാനുഷികമായ കരങ്ങളാൽ മാനുഷികമായ ഇച്ഛയ്ക്കനുസൃതമായി അധ്യായങ്ങളും വാക്യങ്ങളും ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായമെന്നോ 6-ാം വാക്യമെന്നോ പറയുന്നതിന് ആത്മീയ അർത്ഥമൊന്നുമില്ല. അത് ദൈവവചനത്തിന്റെ ഭാഗമല്ല അധ്യായവും വാക്യവും. ഇനി 66-ാമത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നതിലും കഥയൊന്നുമില്ല. കാരണം പഴയ നിയമം 39 പുസ്തകവും പുതിയ നിയമം 27 പുസ്തകവും ഉള്ളത് കൊണ്ട് 66 ആയതാണ്. എന്നാൽ എബ്രായ ബൈബിളില് 22 പുസ്തകമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ പുസ്തകം കുറഞ്ഞു പോയതല്ല, ഈ 39 പുസ്തകവും അവിടെ ഉണ്ട്. പക്ഷെ എബ്രായ അക്ഷരങ്ങൾക്ക് തുല്യമാക്കാൻ വേണ്ടി പുസ്തകങ്ങളുടെ എണ്ണം അവർ കുറച്ചു. അതായത് 2-3 പുസ്തകമൊക്കെ ഒരുമിച്ച് ചേർത്തു. ഇരമ്യാവിന്റെ പുസ്തകവും വിലാപങ്ങളുടെ പുസ്തകവും കൂടെ ഒരുമിച്ച് ചേർത്തു. എസ്രായും നെഹമ്യാവും കൂടെ ഒരുമിച്ചാക്കി. അങ്ങനെ പലതും ഒന്നിച്ചാക്കി കഴിഞ്ഞപ്പോൾ 22 ഉള്ളൂ. അപ്പൊ 66 എന്ന് പറയുന്നതിലും വലിയ കഥയൊന്നുമില്ല. ഇങ്ങനെ അർത്ഥശൂന്യമായ പ്രസംഗങ്ങൾ, പ്രാസം ഒപ്പിച്ചുള്ള പ്രസംഗം പ്രസംഗിച്ച് ഏതാണ്ട് ഭയങ്കര കാര്യം സാധിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കടുത്ത ദുരുപദേശങ്ങളിൽ ചെന്ന് കയറും. ആകയാൽ നാം സൂക്ഷിക്കേണ്ടതാണ്. ദുരുപദേശങ്ങൾ പറയാൻ വേണ്ടി പ്രാസം പറഞ്ഞു, ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളുടെ പിന്നാലെ പോയും കുഴപ്പത്തിൽ ചാടരുത്. എന്നിട്ടേ പൗലോസ് അവസാനമായ ഒരു കാര്യം പറഞ്ഞു നിർത്തുകയാണ്. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനങ്ങൾ നിലനിൽക്കുന്നു. ആരെല്ലാം എന്തെല്ലാം ദുരുപദേശം പറഞ്ഞാലും, ആരെല്ലാം പ്രാസം പറഞ്ഞ് ആരെയെല്ലാം വഴിതെറ്റിച്ചാലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനങ്ങൾ നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നാകുന്നു അതിന്റെ മുദ്ര. ദൈവത്തിന്റെ അടിസ്ഥാനമാണിത്. കർത്താവിനെ പിൻപറ്റുന്നവനെല്ലാവരും അനീതി വിട്ടകന്നുകൊള്ളട്ടെ, നീതി മാത്രം ചെയ്യട്ടെ. ദൈവദാസനാകാൻ വേണ്ടി നീതി ചെയ്യുകയല്ല, ദൈവദാസനായതുകൊണ്ട് നീതി ചെയ്യട്ടെ. അങ്ങനെ കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു, കർത്താവിനുള്ളവർ നീതി പ്രവൃത്തി ചെയ്യട്ടെ. അതാണ് ദൈവത്തിന്റെ അടിസ്ഥാനങ്ങൾ. ആരെല്ലാം എന്തെല്ലാം ദുരുപദേശങ്ങൾ പ്രസംഗിച്ച് ആരെയെല്ലാം വഴിതെറ്റിച്ചാലും ദൈവത്തിന്റെ അടിസ്ഥാനങ്ങൾക്ക് മാറ്റം വരുന്നില്ല എന്നും കൂടി പറഞ്ഞുകൊണ്ട് പൗലോസ് ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. എന്താണ് പൗലോസെ തീമോത്തിയോസിന് കൊടുക്കുന്ന ദൂതിന്റെ ചുരുക്കം? തീമോത്തിയോസെ, ചട്ടപ്രകാരം നീ പോരാടേണ്ടതാണ്, അല്ലെങ്കിൽ നീ കിരീടം പ്രാപിക്കയില്ല. പടയാളി എങ്ങനെയാണ് പടചേർത്തവനെ പ്രസാദിപ്പിക്കുന്നത് എന്ന് നീ നോക്കുക. അതുപോലെ തന്നെ ഒരു കൃഷിക്കാരൻ അവൻ അധ്വാനിച്ചാൽ അവന് അതിന്റെ പ്രതിഫലം തീർച്ചയായും കിട്ടുന്നതാണ്. നീ ദൈവത്തിന്റെ ഹിതപ്രകാരം വേണം ദൈവവേല ചെയ്യുവാൻ, സത്യസുവിശേഷം വേണം പ്രസംഗിക്കുവാൻ. ദാവീദിന്റെ സന്തതിയായി മരിച്ചുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക എന്നതാകുന്നു സുവിശേഷം. ഈ സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ ഭാഗമായി ഞാനിപ്പോൾ ചങ്ങല ധരിച്ചിരിക്കുകയാണ്. നീയും എന്നോടുകൂടി കഷ്ടം സഹിക്കുക. ക്രിസ്ത്യാനിക്ക് കഷ്ടങ്ങളുണ്ട്, അത് നമ്മുടെ അവകാശമാണ്. നാം പാടുന്ന പാട്ടിൽ പറയുന്നത് പോലെ അവനോടുകൂടി നാം മരിച്ചാല് അവനോടുകൂടി ജീവിക്കും, അവനോടുകൂടി സഹിച്ചാലേ അവനോടുകൂടി വാഴും. അവനെ തള്ളിപ്പറഞ്ഞാൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നാം തെറ്റിപ്പോയാലും അവൻ വിശ്വസ്തനായിട്ടിരിക്കുന്നു. കാരണം ദൈവത്തിന് അവന്റെ സ്വഭാവം ത്യജിക്കാൻ കഴിയുന്നതല്ല. ഇതൊക്കെ ചെയ്യുമ്പോഴും നീ ഓർക്കുക, യാതൊരു ഗുണവും ചെയ്യാത്ത തർക്കങ്ങൾക്ക് പിന്നാലെ ആരും പോകരുത്. കേൾക്കുന്നവനെ മറിച്ചു കളയുന്ന തർക്കങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നവനാണ് ദൈവത്തിന് ഹിതമായ വേല ചെയ്യുന്നവൻ. ആകയാൽ നീ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്
ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത സാക്ഷിയാകുക. ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെല്ലാം നീ ഒഴിവാക്കുക. ഇങ്ങനെയുള്ളവർ അഭക്തന്മാരാണ്, അവരെ സൂക്ഷിക്കുക. അവർ അർബുദവ്യാധി പോലെയാണ്. ഹ്യുമനിയോസും ഫിലത്തോസും ഒക്കെ അങ്ങനെ ആ വഴിയിൽ പോയി അവരെ പലരെയും മറിച്ചു കളയുവാനിടയായി തീർന്നു. എന്നാൽ ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനങ്ങൾ നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. കർത്താവിന്റെ ദാസന്മാർ അനീതി വിട്ട് നീതി ചെയ്യട്ടെ. ഇതാകുന്നു പൗലോസ് പറയുന്നതിന്റെ ചുരുക്കം. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, അനീതി വിട്ടകന്നെ നമുക്ക് നീതി ചെയ്യാം. സത്യവചനത്തെ നമുക്ക് പ്രസംഗിക്കാം. ദൈവവചനത്തിന് പകരം കർണരസമാകുമാറുള്ള പ്രാസപ്രയോഗങ്ങളും കിഴവിക്കഥകളും പറഞ്ഞ് ജനത്തെ ചിരിപ്പിച്ച് ജനപ്രിയ പ്രസംഗകർ എന്നുള്ള പേരെടുക്കുന്നത് അവസാനിപ്പിക്കാം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാം. അങ്ങനെയുള്ളവരാണ് ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത സാക്ഷികൾ. അവരാണ് ശരിയായ സുവിശേഷ പ്രവർത്തകർ. കർത്താവായ യേശുവിനെ പ്രസംഗിക്കുന്നതാണ് ശരിയായ സുവിശേഷ വേല. മറ്റെല്ലാം അതിന്റെ പിന്നിൽ മാത്രമേ വരുന്നുള്ളൂ. ആകയാൽ ദൈവഹിതപ്രകാരം ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട്, സത്യസുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത സാക്ഷികളായി നിൽക്കാം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വചനങ്ങൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആശ്രിതവത്സലനേഷു മഹേശനെ ശാശ്വതമേ തിരുനാമം, ശാശ്വതമേ തിരുനാമം. ആശ്രിതവത്സലനേ, 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 ആശ്രിതവത്സലനേ.